ഇത് ഒരു തരം ചീരയാണ്. ഇത് ഇവിടെ തോട്ടത്തിൽ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ചീര കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചേനയുടെ ഇല ആ തണ്ടോടുകൂടി കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇന്ന് ലഞ്ചിന് കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ശോഭാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ചീരയുടെ ഇലയും അതുപോലെ ചേനയുടെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചീരയുടെ ഇല കൂട്ടാൻ വയ്ക്കാനായിട്ട് പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ചീരയുടെ ഇലയ്ക്ക് വേവ് കുറവാണല്ലോ, അത് വേഗം വേവും. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് അതിൻ്റെ കൂടെ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പരിപ്പ് കുതിർത്തി വെച്ചത്. ഇനി അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. ഒരു 4 വിസിലൊക്കെ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പരിപ്പ് നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. പരിപ്പൊന്ന് വെന്ത് വരുമ്പോഴേക്കും ചേനയുടെ ഇല ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ചീഞ്ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകൊക്കെ പൊട്ടിച്ച് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും അതിൽ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചേനയുടെ ഇലയും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇലകളുടെ ഉപ്പേരിയിലൊക്കെ കുറച്ച് നാളികേരവും ജീരകവും പച്ചമുളകൊക്കെ ചതച്ചിടുന്നത് നല്ലൊരു സ്വാദാണ് കേട്ടോ. ചതച്ച നാളികേരം ചേർത്ത് ഇളക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ചേന ഉപ്പേരി നല്ലതുപോലെ ഉലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതേ ചീഞ്ചട്ടി തന്നെയാണ് ഞാൻ കൂട്ടാനും ഉണ്ടാക്കാൻ പോകുന്നത്. ചീഞ്ചട്ടി നല്ലതുപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകവും 2-3 ചുവന്ന മുളകും പൊട്ടിച്ചിട്ടിട്ട് ഒരു സവാളയും 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, 3/4 സ്പൂൺ ഉലുവപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന മസാലയിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ചീരയും കൂടി ചേർക്കുകയാണ്. ആ കുക്കറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് നമുക്കതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ചീര കൂട്ടാൻ കുറച്ച് മല്ലിയുടെ ഇലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ ഐറ്റംസൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.